ഇവിടെ നമ്മൾ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഫീഡിംഗ് പ്രെയർ എന്ന് പറയും. ഇന്നത്തെ മുഴുവൻ വിഷയങ്ങളെ കർത്താവിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനാണ് ഈ സമർപ്പണ പ്രാർത്ഥന, ദിനാദ്യ സമർപ്പണ പ്രാർത്ഥന. അപ്പോൾ നമ്മൾ ഗ്യാരണ്ടീഡാണ്. കാര്യം കർത്താവിൻ്റെ നാമവും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തവും അമ്മയുടെ സാന്നിധ്യവുമാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയുടെ സ്രോതസ്സ് എന്നാണ് ബിഷപ്പ് ഷീൻ പറയണത്. അതെല്ലാം കൂടി ഉള്ളതാണ് കൃപാസനം ഉടമ്പടി എന്നും പറയുന്നത്. അപ്പോൾ ലെറ്റ് us come to the prayer. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. ആയിരക്കണക്കിന് മക്കളെ കൈകൾ കുപ്പി ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണം. സത്യബന്ധങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ രക്തധമനികളിലെ ശരീര കോശങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, ആന്തരികമായ രോഗങ്ങൾ, ആന്തരിക അവയവത്തിൻ്റെ നിർവീക്യങ്ങൾ, സിസ്റ്റുകൾ, മുഴകൾ, ഉച്ച ഉള്ളങ്കാല് വരെ മനുഷ്യരെ ബാധിച്ചിട്ട് മുഴുവൻ രോഗങ്ങളും യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ പൂർണ്ണമായി കഴുകി മാറ്റപ്പെടട്ടെ. അമ്മേ, പരിശുദ്ധമ്മ ദേവമാതാവേ, അങ്ങനെ തിരുക്കുമാരനെ വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കുകയും അവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. കർത്താവെ, മനസ്സിടിഞ്ഞ മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിലുണ്ട്. ഇപ്പോഴും കർത്താവെ, എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പല ഭാരങ്ങൾ കൊണ്ട് മുഖം വിവരണമായ മക്കളുണ്ട്. കടക്കാരിൽ നിന്ന് വരേണ്ട ദിവസമുണ്ട്, കടം കൊടുക്കേണ്ട ദിവസം, കടം കൊടുത്തവർക്ക് തിരികെ കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. പല സർട്ടിഫിക്കറ്റുകൾക്ക് പോകേണ്ടതുണ്ട്. ചില കുടുംബത്തിൻ്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി റവന്യൂ ഓഫീസുകളിലും ഗവൺമെൻറ് ഓഫീസുകളിലും കോളേജുകളിലും സ്കൂളിലും ഒക്കെ പോകേണ്ടവരുണ്ട്. അവർ പോകുന്ന എല്ലാ നിയോഗങ്ങളും പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിന് ഏൽപ്പിക്കുന്നു. കർത്താവ്, നിൻ്റെ നാമത്തിൽ ആശ്രയിച്ചവരാരും രക്ഷിക്കാൻ ഇടയാക്കിയിട്ടില്ല. കർത്താവിന് വലിയ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ശരീരം മുഴുവനും ചൊറിയുള്ളവരും സോറിയാസിസ് ഉള്ളവരും ചിരങ്ങുള്ളവരും ത്വക്ക് രോഗക്കാരെയും കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. കുഞ്ചിയിൽ കറുത്തിരിക്കുന്നവരെ കാണുന്നുണ്ട്, അവരെയും കർത്താവ് അങ്ങ് സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നീർവീക്കമുള്ള ശരീരങ്ങൾ, കണ്ണിന് കാഴ്ച മങ്ങിയവർ, മുക്കിൽ നിന്ന് എപ്പോഴും വലിപ്പമുള്ളവർ, നവദോരങ്ങളിൽ നിന്നൊക്കെ രക്തം വന്നു പോകുന്നവർ, വ്യത്യസ്തമായ ആക്രമണത്തിലുള്ള ഒരു കർത്താവ്, ബാക്ടീരിയയുടെ വൈറസിൻ്റെ ആക്രമണത്തിൽ അകപ്പെട്ട് കിടക്കുന്ന, പനിച്ച് കിടക്കുന്നവർ, കർത്താവേ, നിൻ്റെ വിശുദ്ധമായ രക്തത്തെ മക്കൾ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പല പല രോഗങ്ങൾക്ക് മരുന്ന് എടുക്കണ കാരണം ചില രോഗങ്ങൾ വന്നിട്ട് മാറാതെ മരുന്ന് ബോഡി അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഈശോയെ അവരെല്ലാം നീ അങ്ങനെയെല്ലാം സ്പർശിക്കണം. കർത്താവ്, ആശുപത്രി കഴിയുന്നവർ, ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിന്നിട്ട് കർത്താവ് അതിൻ്റെ പേര് വിഷമിക്കുന്നവർ, പണമില്ലാത്തതുകൊണ്ട് ഈശോയെ പണം തേടിപ്പിടിക്കാൻ വേണ്ടി ഇന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ആര് തരുമെന്ന് ആശങ്കയുള്ളവരുണ്ട്. കർത്താവെ, ഓരോരോ ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പോറ്റാനും മക്കളെ പഠിപ്പിക്കാനും കല്യാണം കഴിച്ച് വിടാനും വീട് വെക്കാനും ഒക്കെ സാമ്പത്തികമായ മാർഗങ്ങൾ സ്രോതസ് അന്വേഷിക്കുന്ന, ജോലി അന്വേഷിക്കുന്നവരും, കർത്താവെ, താൻ കിട്ടാനുള്ള ഇടങ്ങളിൽ നിന്ന് അത് വിത്ത് ഹെൽഡായി പോയിട്ടുള്ള അവിടെ ഉടക്കിപ്പോയിട്ടുള്ള എല്ലാ സംഭവങ്ങളും തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ മക്കളും മനഃപൂർവ്വം സഹായിക്കാത്തവരുണ്ട്, മനഃപൂർവ്വം ഇട്ട് നടത്തുന്നവരുണ്ട്. അതിൻ്റെ പേരിലെല്ലാം ഓരോ ദിവസവും വിഷമം അനുഭവിക്കുന്നവരുണ്ട്. കർത്താവേ, ലീവ് എടുക്കാൻ പറ്റാത്ത ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ ലീവ് എടുക്കേണ്ട കാര്യങ്ങൾക്ക് പോലും എടുക്കാൻ പറ്റാതെ ശ്വാസം മുട്ടുന്നവരുണ്ട്. അവരെ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ, നിൻ്റെ വലിയ ശക്തിനെ മക്കളെ അയക്കണം. ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് കർത്താവ് ഡേറ്റ് കിട്ടാത്തവരുണ്ട്. പല സമയത്തും വിഷമം അനുഭവിക്കുന്ന അങ്ങയുടെ മക്കളുണ്ട്. അവരെല്ലാം കർത്താവ്, നിന്നിൽ ആശ്രയിക്കുന്നവൻ നാളെ നിന്നെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ പേരിലെ ദൈവം ഇന്ന് മഹത്വപ്പെടട്ടെ. ആമേൻ.